വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന എല്ലാവരുടെയും വീട്ടിൽ സാധാരണഗതിയിൽ കാണുന്ന കുറച്ച് ചേരുവകൾ ഉപയോഗിച്ച് വളരെ ക്രിസ്പി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഇത് വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാനായാലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാനായാലും ഒക്കെ പെർഫെക്റ്റ് ആണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ 2 മീഡിയം വലുപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇതിൻ്റെ കളറൊന്ന് മാറാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിതാ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിത് വെള്ളത്തിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. ആ ഒരു കളറൊന്നും മാറാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ വെള്ളത്തിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ഇതൊരു 2-3 പ്രാവശ്യം നല്ലപോലെ കഴുകിയെടുക്കാം. അതിൻ്റെ എക്സ്ട്രാ ആയിട്ടുള്ള സ്റ്റാർച്ചൊക്കെ നല്ലപോലെ മാറ്റിയെടുക്കണം. എങ്കിൽ മാത്രമേ നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്നാക്ക് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റൂ. അപ്പോൾ ഇതുപോലെ ഞാൻ കഴുകിയെടുത്ത് വെള്ളത്തിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ മിക്സറിൻ്റെ ചെറിയ ജാറിലേക്ക് ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ 5-6 അല്ലി വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ വളരെ ചെറുതായതുകൊണ്ട് 7 എടുത്തിട്ടുണ്ട്. ഒരു 3 പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ നല്ല ജീരകം അല്ലെങ്കിൽ സാധാരണ ജീരകമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 2 നുള്ളു കായത്തിൻ്റെ പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒട്ടും വെള്ളമില്ലാതെ നല്ല ഫൈനായിട്ട് ഇത് അരച്ചെടുക്കുകയാണ് വേണ്ടത്. ഒട്ടും കട്ടകളില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഞാനിവിടെ പൾസ് മോഡിൽ 2-3 പ്രാവശ്യം കറക്കിയെടുത്തതിന് ശേഷം ഏറ്റവും ലോ സ്പീഡിൽ വെച്ചിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒട്ടും കട്ടകളില്ലാത്ത പേസ്റ്റാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അത് ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എരിവിന് പാകത്തിന് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1.5 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഓപ്ഷനിലാണ്, ഒഴിവാക്കിയാലും കുഴപ്പമില്ല. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ അളവിൽ വെളുത്ത എള്ളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എള്ള് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് നമ്മുടെ സ്നാക്ക് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതുപോലെ തന്നെ എള്ളടക്ക് കഴിക്കാൻ കിട്ടുമ്പോഴും നല്ല രുചിയാണ്. നിങ്ങൾക്ക് വെളുത്തതോ കറുത്തതോ ആയിട്ടുള്ള എള്ള് ഉപയോഗിക്കാവുന്നതാണ്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സും കൂടെ ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. പിന്നെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് 1 ടീസ്പൂൺ അളവിൽ നെയ്യാണ്. നെയ്യ് ചേർത്ത് കൊടുക്കുന്ന ഓപ്ഷനിലാണ്, പക്ഷെ ചേർത്ത് കൊടുത്താൽ നല്ലൊരു രുചിയാണ്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ റവ കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നല്ല ഫൈനായിട്ടുള്ള ഉപ്മാവൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു റവയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വറുത്തതോ വറക്കാത്തതോ ആയിട്ടുള്ള റവ ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ വറക്കാത്ത റവയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. തടിച്ച റവ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ റവയും കൂടെ ചേർത്ത് ഞാനിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ആ ഒരു മസാലയും റവയും ഒക്കെ കൂടെ നന്നായിട്ട് യോജിച്ച് വരണം. ഈ ഒരു രീതിക്ക് ഒന്ന് നല്ല പോലെ തന്നെ ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ അതും ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ലപോലെ തന്നെ മല്ലിയില ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബൈൻഡിങ്ങിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഗോതമ്പ് പൊടിയാണ്. ഞാനിവിടെ 1 കപ്പ് അളവ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. പക്ഷെ അത് മുഴുവനായിട്ടും ആദ്യം തന്നെ ഇട്ട് കൊടുക്കുന്നില്ല, കുറച്ചായിട്ട് മാത്രം ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇത് നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ് വേണ്ടത്. ഗോതമ്പ് പൊടിയുടെ അളവ് നമ്മൾ ഉപയോഗിക്കുന്ന ഉരുളക്കിഴങ്ങിൻ്റെ വലുപ്പത്തിനനുസരിച്ചും അതിലുള്ള വെള്ളത്തിൻ്റെ കണ്ടൻറ്റിനനുസരിച്ചും ഒക്കെ മാറ്റം വരും. അപ്പോൾ നമ്മൾ എപ്പോഴും കുറച്ചായിട്ട് മാത്രം ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എങ്കിലും അത് പറ്റിപ്പിടിക്കുന്നത് പോലെ തോന്നിയോണ്ട് ഞാൻ കുറച്ചും കൂടെ ഗോതമ്പ് പൊടി ചേർത്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടലായിട്ട് 1.5 കപ്പും പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിലും കൂടെ ഗോതമ്പ് പൊടി എനിക്ക് ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും കുറച്ചായിട്ട് ചേർത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ട് തയ്യാറാക്കി എടുക്കുകയാണ് വേണ്ടത്. ഇതുപോലെ സോഫ്റ്റ് ആയിട്ടാണ് നമ്മളുടെ കൂട്ടിരിക്കേണ്ടത്. കയ്യിലൊന്നും പറ്റിപ്പിടിക്കാതെ ഇതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ട് തയ്യാറാക്കി എടുത്താൽ മതി. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ അതൊരു 15 മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. റവയൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ 15 മിനിറ്റ് ആകുമ്പോൾ ഇതൊന്നും കൂടെ കുറച്ച് കട്ടിയായിട്ട് വരും. ഇപ്പോൾ ഞാൻ 15 മിനിറ്റ് നന്നായിട്ട് റെസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നേരത്തെ ഉള്ളതിൽ നിന്നും കുറച്ചും കൂടെ ഒന്ന് കട്ടിയായിട്ട് വന്നതായിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും. അത് ഞാനിവിടെ 2 ഉരുളകളാക്കിയിട്ട് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് പരത്തിയെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ ചപ്പാത്തി പലകയിലേക്ക് ഞാൻ കുറച്ച് ഗോതമ്പ് പൊടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു വലിയ ഉരുള എടുത്തിട്ട് അത് പരത്തിയെടുക്കാനാണ് പോകുന്നത്. പരത്തിയെടുക്കുമ്പോൾ പറ്റിപ്പിടിക്കുന്നതിന് കണക്കായിട്ട് പൊടി ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ പാകത്തിന് പൊടി ഇട്ടിട്ട് സാധാരണ ചപ്പാത്തി പരത്തുന്നത് പോലെ പരത്തിയെടുക്കുകയാണ്. ഇത് ഒരുപാട് തിന്നായിട്ടല്ല പരത്തിയെടുക്കേണ്ടത്, ഒരല്പം കട്ടിയിൽ വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ തിക്നെസ് ഞാൻ അവസാനം കാണിച്ചു തരാം. ഒട്ടിപ്പിടിക്കുന്നതായിട്ട് തോന്നുമ്പോൾ കുറച്ച് പൊടി തൂവി കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു രീതിക്ക് ഒന്ന് റൗണ്ട് ഷേപ്പിൽ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്.
പരത്തിയെടുത്തതിന് ശേഷം ഇത് സാധാരണ പിസ്സയൊക്കെ കട്ട് ചെയ്യുന്നത് പോലെ കട്ട് ചെയ്തെടുക്കാനാണ് പോകുന്നത്. ഞാൻ ഇതുപോലെ പിസ്സ കട്ടർ ഉപയോഗിച്ചാണ് കട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് കത്തി ഉപയോഗിച്ച് വേണമെങ്കിലും ഇതേപോലെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഈ ഒരു ഷേപ്പ് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലോട്ടേക്ക് ഇത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഞാൻ ചെറിയ ട്രയാങ്കിൾ ഷേപ്പിലാണ് ഇത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ തിക്നെസ് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു കട്ടിയിലാണ് ഞാനിപ്പോൾ ഇത് പരത്തിയെടുത്തിരിക്കുന്നത്. ഒരുപാട് കട്ടിയല്ല എന്നാൽ ഒരുപാട് തിന്നുമല്ല, ആ ഒരു രീതിക്ക് വേണം ഇത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിവിടെ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാനാണ് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണ നേരത്തെ ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു. എണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം വേണം ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഒരു പാത്രത്തിൽ എത്രയാണോ കൊള്ളുന്നത് അതിന് പാകത്തിന് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഒരുപാട് കൂടുതലായിട്ട് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 5-6 ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഓയിലൊന്ന് ചെറുതായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് നന്നായിട്ട് പൊങ്ങിയൊക്കെ വരും. ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കുന്നുണ്ട്. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് എല്ലാ ഭാഗവും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെയാണ് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നല്ല പോലെ തന്നെ ഇതൊന്ന് വേവിച്ചെടുക്കാം. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പുറമേ വേഗം കളർ മാറും, പക്ഷേ ഉള്ളോളം വെന്ത് വരില്ല. അപ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ച് മാത്രം കുക്ക് ചെയ്യുക. ആദ്യം എണ്ണ നല്ല ചൂടായിരിക്കാനും ശ്രദ്ധിക്കണം. ഇതുപോലെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഞാനിവിടെ പാകത്തിന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പാകമാകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. നല്ല ക്രിസ്പി ആയിട്ടാണ് നമ്മളുടെ ഈ ഒരു പലഹാരം ഉണ്ടാകുക. ഒട്ടും തന്നെ എണ്ണ കുടിക്കുകയില്ല. നിങ്ങൾക്കിതിൻ്റെ ക്രിസ്പിനെസ് ഇപ്പോൾ നന്നായിട്ട് മനസ്സിലാകുന്നുണ്ടാകും. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒട്ടും എണ്ണ കുടിക്കാത്ത നമ്മളുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരുടെയും വീട്ടിൽ കാണുന്ന കുറച്ച് ചേരുവകൾ ഉപയോഗിച്ചിട്ടാണ് ഞാനിവിടെ തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്കായിട്ടോ ഒക്കെ കഴിക്കാൻ വേണ്ടി പറ്റിയതാണ്. അതുപോലെ തന്നെ കുട്ടികളുടെ സ്നാക്സ് ബോക്സിൽ കൊടുത്തുവിടാനായാലും പെർഫെക്റ്റ് ആണ്. ഇത് സോസോ അല്ലെങ്കിൽ ചമ്മന്തിയോ ഉപയോഗിച്ച് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പലഹാരം എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി വളരെ പെട്ടെന്ന് തന്നെ കാണാം.